നമസ്കാരം. ജീവകം എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥ ജീവകം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അഷ്ടവർഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ജീവകം. ദുർലഭമായ ഔഷധങ്ങളാണ് അഷ്ടവർഗങ്ങൾ. ജീവകം, ഇടവകം, മേധ, മഹാമേധ, കാകോളി, ക്ഷീരകാകോളി, ഋദ്ധി, വൃദ്ധി എന്നിവ 8 ചേർന്നതാണ് അഷ്ടവർഗം എന്ന് പറയുന്നത്. അഷ്ടവർഗം ശരീരവേദനയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. ശുക്ലം വർദ്ധിപ്പിക്കുന്നതും ഗർഭപ്രദായകവും ആണ്. പിത്തവും വാദവും ശമിപ്പിക്കും. നാഡീബലം ഉണ്ടാക്കും. ഉത്തേജകമാണ്. ബുദ്ധിമാന്ദ്യം ശമിപ്പിക്കും. യഥാർത്ഥത്തില് ഓർക്കിഡേസി സസ്യകുടുംബത്തിലെ ക്രപ്പിഡിയം ജനുസിൽപ്പെട്ട റെസുപ്പിനറ്റം സ്പീഷീസ് ആണ് ജീവകം എന്ന് പറയുന്നത്. ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിന്റെ ശാസ്ത്രീയ നാമം ക്രിപ്പിഡിയം റെസുപ്പിനറ്റം എന്നും ക്രിപ്പിഡിയം പ്ലാന്റജീനിയം എന്നും അതുപോലെ തന്നെ സേഡൻഫിയ റീഡി എന്നുമൊക്കെയാണ്. മലയാളത്തിൽ ഇതിനെ ജീവകം, പച്ചിലപ്പെരുമാൾ, ജീവക, ബസല്ല എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ ഇൻവെർട്ടഡ് ബൂട്ട് ഓർക്കിഡ്, ഇൻവെർട്ടഡ് ക്രപ്പിഡിയം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ ജീവക, യുക്ഷഭ എന്നൊക്കെയാണ് അറിയപ്പെടുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ ജീവദുംബ എന്നാണ് അറിയപ്പെടുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യ, ബംഗ്ലാദേശ്, കിഴക്കൻ ഹിമാലയം, നേപ്പാൾ, പടിഞ്ഞാറൻ ഹിമാലയം, ഭൂട്ടാൻ, ആൻഡമാൻ ദ്വീപുകൾ, മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ, ലാവോസ്, കംബോഡിയ, ചൈന, വിയറ്റ്നാം, ജാവ, സുമാത്ര, ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിത്യഹരിത പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യമാണിത്. ഇന്ത്യയിൽ കേരളം, മഹാരാഷ്ട്ര, ഒറീസ, തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. അർദ്ധനിത്യഹരിത വനങ്ങളിലും ഇലകൊഴിയും ഈർപ്പവനങ്ങളിലും കാണപ്പെടുന്ന ഇതിനെ കേരളത്തിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. രൂപവരണം നോക്കാം. 40 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ജീവകം. 15 സെന്റിമീറ്റർ വരെ നീളമുള്ള തണ്ട്, കീഴ്ഭാഗം വണ്ണം കൂടുതലാണ്. ഇലകൾ അണ്ഡാകൃതിയിൽ പർപ്പിൾ നിറഭേദമുള്ളവയാണ്. ഇലകൾക്ക് മധുരരസവും ശീതവീര്യവും ആണുള്ളത്. തണ്ടിന്റെ അറ്റത്ത് 30 സെന്റിമീറ്റർ വരെ നീളമുള്ള സ്പൈക്കിലാണ് പൂക്കൾ വിരിയുന്നത്. പൂക്കൾ ചെറുതാണ്. 7 മില്ലിമീറ്റർ വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ. ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമുള്ള പൂക്കൾ ജൂലൈ തുടങ്ങി സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് വിരിയുന്നത്. കിഴങ്ങിന്റെ അറ്റം കൂർത്ത് വെളുത്തുള്ളി പോലെ ഉള്ളതും ജലാംശം തീരെ ഇല്ലാത്തതുമാണ്. വർഷങ്ങളോളം ഉണങ്ങാതെ കിടക്കുന്ന ഒരു ഔഷധമാണ് ജീവകം. ഇനങ്ങളെ നോക്കാം. ഇത് പല ഇനങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അല്പസ്വല്പം വകഭേദത്തോടുകൂടി. കേരളത്തിൽ കാണപ്പെടുന്ന ജീവകം യഥാർത്ഥ ജീവകമാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ജീവകം ഒരു ഓർക്കിഡാണ്. ജീവകം എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഔഷധ സസ്യത്തിന് ഇട്ടി അച്യുതൻ വാൻ റീഡിന് പറഞ്ഞു കൊടുത്ത പേര് ബസല്ല എന്നാണ്. ഇതും ഒരു ഓർക്കിഡാണ്. കേരളത്തിൽ കാണുന്ന ജീവകം പോലെ തന്നെ കിഴങ്ങില്ലാത്ത അതേപോലെ തന്നെയുള്ളൊരു സസ്യവും കാണുന്നുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ഇതിന്റെ കിഴങ്ങാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്നത്. ശരീരബലം, ശുക്ലം, കഫം, വിയർപ്പ് എന്നിവ ഉണ്ടാക്കുന്നതൊക്കെയാണ്. രക്തക്കുറവ്, ശരീരത്തിലെ മെലിച്ചില്, അധികമായുള്ള വെള്ളദാഹം, ക്ഷയം, രക്തവികാരം, വാദം, മലബന്ധം, അർശസ്, അപസ്മാരം, കോച്ചിവിറയ്ക്കൽ, അഞ്ചാംമനി, രക്തപിത്തം, ചുമ, മൂത്രാശയ രോഗങ്ങൾ എന്നിവയൊക്കെ ശമിപ്പിക്കുന്നതാണ്. ജീവകം സപ്തധാതുക്കളെയും പോഷിപ്പിക്കുന്നതാണ്. പിത്തരസത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. അതിവിടയം 50 ഗ്രാം, ജീവകം 50 ഗ്രാം, മേധ 50 ഗ്രാം, കാകോളി 50 ഗ്രാം എന്നിവ പൊടിച്ച് ശർക്കരയും നെയ്യും മുന്തിരിയും ചുവന്നുള്ളിയും ചേർത്ത് അരച്ച് കലക്കി ലേഹ്യപാകം വടകമാക്കി സേവിക്കുക. സയാറ്റിക് പെയിനും സന്ധി തേയുന്നതും ശമിക്കുന്നതാണ്. നട്ടലിലുള്ള ഡിസ്ക് തള്ളി ഗുദ്രാസി അഥവാ സയാറ്റിക് ഞരമ്പ് അമർന്ന് കാലിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ട് നടുവിന് ആരംഭിച്ച് കാലിലേക്ക് വ്യാപിക്കുന്ന വേദനയാണ് സയാറ്റിക് പെയിൻ എന്ന് പറയുന്നത്. 2. പാൽമുതുക്കിൻ കിഴങ്ങ്, ആവണക്കിൻ വേര്, തേക്കിട വേര്, തഴുതാമ വേര്, ദേവതാരം, കാട്ടുഴുന്നിൻ വേര്, കാട്ടുപയറിൻ വേര്, നായ്ക്കുരണം വേര്, ശതാവരിക്കിഴങ്ങ്, കോവൽ കിഴങ്ങ്, അടപതിയൻ കിഴങ്ങ്, ജീവകം, ഇടവകം, ഓരില വേര്, മൂവില വേര്,
വെൺവഴുതന വേര്, ചെറുവഴുതന വേര്, ഞെരിഞ്ഞിൽ, നറുനീണ്ടിക്കിഴങ്ങ്, നിലംപരണ്ട എന്നിവ കഷായം വെച്ച് സേവിച്ചു കഴിഞ്ഞാൽ ശരീരം തടിക്കുന്നതാണ്. ഇതിനെ വിഭാരിയാദി കഷായം എന്നാണ് അറിയപ്പെടുന്നത്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ആശംസിക്കുന്നു. മരുന്നുകൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.